ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആംഗ്ലിക്കൻ ഈസ്റ്റേൺ ചർച്ചസ് അസോസിയേഷൻ്റെ വാർഷിക യോഗത്തിൽ മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപ്പോലീത്ത പങ്കെടുത്തു. സെർബിയൻ ഓർത്തഡോക്സ് സഭയുടെ ഗ്രേറ്റ് ബ്രിട്ടൻ അയർലൻഡ് ബിഷപ്പും സന്നിഹിതനായിരുന്നു. ലണ്ടനിലെ സെൻറ്റ് സാവാസ് സെർബിയൻ ഓർത്തഡോക്സ് ചർച്ചാണ് യോഗത്തിന് ആതിഥേയത്വം വഹിച്ചത്. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് അവതരിപ്പിച്ച സമകാലികം സഭാ ജീവിതയാത്രയിലെ കാഴ്ചപ്പാടുകളും നിലപാടുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി മലങ്കര സഭയുടെ അഭിവന്യ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്തയുമായി വന്യ ഡോക്ടർ ഫിലിക്സ് യോഹന്നാൻ തട്ടാശ്ശേരിലച്ചൻ നടത്തിയ അഭിമുഖത്തിൻ്റെ 4ാം ഭാഗം ജനുവരി 24 വൈകുന്നേരം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും സംപ്രേഷണം ചെയ്തു. മലങ്കര സഭയിലെ വിശ്വാസികൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ആധ്യാത്മിക സംഘടനകളുടെ സമുചിതമായ ഉടച്ചുവാർക്കൽ നടത്തേണ്ട സമയം അതിക്രമിച്ചു എന്നും യുവജനങ്ങളിലെ വിശ്വാസക്കുറവിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അഭിവന്യ പിതാവ് വ്യക്തമായി വിശദീകരിച്ചു. വന്യ അപ്രേം പ്രമ്പാച്ചൻ്റെ 6ാമത് ഓർമ്മപ്പെരുന്നാൾ മൈലപ്ര ദേറായിൽ ആചരിച്ചു. താപസശ്രേഷ്ഠനായ മൈലപ്ര മാത്യൂസ് റമ്പാച്ചൻ്റെ ശിഷ്യനും മൈലപ്ര മാർ കുര്യാക്കോസ് ആശ്രമത്തിൻ്റെ മുൻ സുപ്പീരിയറും സഭയിലെ സീനിയർ വൈദികനുമായിരുന്ന വന്യ അപ്രേം റമ്പാച്ചൻ്റെ 6ാമത് ഓർമ്മപ്പെരുന്നാൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന മൈലപ്ര മാർ കുര്യാക്കോസ് ആശ്രമ ചാപ്പലിൽ കൊണ്ടാടി. മലങ്കര സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമനസ്സുകൊണ്ട് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലങ്കരയുടെ സൂര്യതേജസ് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവായുടെ 19ാം ഓർമ്മപ്പെരുന്നാൾ പരിശുദ്ധ സഭ ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് ശാസ്താംകോട്ട മൗണ്ട് ഹോറേബ് മാർ ഏലിയ ചാപ്പലിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ ബാവ മികച്ച വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നുവെന്നും മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ ബാവായിക്ക് സാധിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ അനുസ്മരണ പ്രഭാഷണവും ബ്രഹ്മവാർ ഭദ്രാസനാധിപൻ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ചാപ്പൽ മാനേജർ സാമുവൽ ജോർജ്, ഫാദർ തോമസ് വർഗീസ് ചാവടിയിൽ എന്നിവർ പ്രസംഗിച്ചു. അടൂർ കടമ്പനാട് ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ ഏർപ്പെടുത്തിയ 2025 മെറിറ്റ് അവാർഡ് ശാസ്താംകോട്ട മാർ ഏലിയ ചാപ്പലിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഭിവന്യ യാക്കോബ് മാർ ഏലിയാസ് തിരുമേനിയിൽ നിന്നും തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ആലമ്പാറ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവാംഗവും യുവജന പ്രസ്ഥാനം സെക്രട്ടറിയുമായ കുമാരി അജ്ന AJ ഏറ്റുവാങ്ങി. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി MSc പരീക്ഷയിൽ ലഭിച്ച 1ാം റാങ്കാണ് ഈ അവാർഡിന് അജ്നയെ അർഹയാക്കിയത്. ജനുവരി 26 വെള്ളിയാഴ്ച ഭാരതം 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടി. മുൻകാലങ്ങളിലെ പോലെ വരും കാലത്തും മതത്തിനും വർഗത്തിനും നിറത്തിനും അതീതമായി ഇന്ത്യ എന്ന വികാരത്തിൽ ഏവരും ഒരുമിച്ച് നിന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെയും വരാൻ പോകുന്ന വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കണമെന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എല്ലാ ഭാരതീയർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനാസ്ഥാനമായ ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ അഭിവന്യ പിതാക്കന്മാരുടെ ഓർമ്മപ്പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം ആചരിച്ചു. അങ്കമാലി ഭദ്രാസനത്തെ ശ്രേഷ്ഠമായി നയിച്ച അമ്പാട്ട് ഗീവർഗീസ് മാർ കൂറിലോസ്, കടവിൽ പൗലോസ് മാർ അത്താനാസ്യൂസ്, കുറ്റിക്കാട്ടിൽ പൗലോസ് മാർ അത്താനാസ്യൂസ്, വയലിപ്പറമ്പിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ്, കല്ലുപുരയ്ക്കൽ ഡോക്ടർ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് എന്നീ പുണ്യപിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മപ്പെരുന്നാളാണ് ജനുവരി 19 മുതൽ 26 വരെ ആചരിച്ചത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. ആലുവ തൃക്കുന്നത്ത് സെമിനാരി പെരുന്നാൾ സപ്ലിമെൻ്റ് 2025 പരിശുദ്ധ കാതോലിക്ക ബാവ പ്രകാശനം ചെയ്തു. മലങ്കരയുടെ വിശ്വാസ തീഷ്ണതയുടെ പ്രതീകമായി ശോഭിക്കുന്ന തൃക്കുന്നത്ത് സെമിനാരിയിൽ കബറടങ്ങിയിരിക്കുന്ന ശ്രേഷ്ഠ പിതാക്കന്മാരുടെ ജീവിതത്തിലെ
ഓർമ്മകളിലേക്കും ആലുവയുടെ ചരിത്രത്തിൽ കോറിയിട്ട സെമിനാരിയുടെ ഇന്നലകളിലെ ഓർമ്മകളിലേക്കും ഒരു തീർത്ഥയാത്ര ആണ് ഈ സപ്ലിമെൻ്റ്. അൽബേനിയൻ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് അനസ്താസിയോസ് കാലം ചെയ്തു. 95 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സീസണൽ ഫ്ലൂ ബാധിച്ച അദ്ദേഹത്തിനെ ഡിസംബർ 30 ടിറാനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അൽബേനിയൻ ഓർത്തഡോക്സ് സഭ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ നേരിട്ടിരുന്ന കൊടിയ പ്രതിസന്ധികൾക്ക് ശേഷം അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് അനസ്താസിയോസ് 1992 മുതൽ അൽബേനിയൻ സഭയുടെ പുനരുദ്ധീകരണത്തിനും ലോകത്തിലെ ഓർത്തഡോക്സ് സഭകളുടെ ഐക്യത്തിനു വേണ്ടിയും തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. ബഹുഭാഷാ പണ്ഡിതനായ ഇദ്ദേഹം ഭാരതത്തിൻ്റെ തത്വശാസ്ത്രത്തെയും സനാതനധർമ്മത്തെയും പറ്റി ഗാഢമായി പഠിക്കുകയും അവയെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു മതങ്ങളെക്കുറിച്ച് ആഴമായി പഠിക്കുന്ന രീതി കിഴക്കൻ ഓർത്തഡോക്സ് സഭകളുടെ തലവന്മാരിൽ പൊതുവെ കണ്ടുവരാത്ത ഒരു പ്രത്യേകതയാണ് എന്നതും പ്രസ്താവ്യമാണ്. ലോകപ്രശസ്തനായ വേദശാസ്ത്രജ്ഞനും ഇതേ സമയം ഉത്തമനായ സഭാധ്യക്ഷനുമായിരുന്നു ആർച്ച് ബിഷപ്പ് അനസ്താസിയോസ്. അദ്ദേഹത്തിൻ്റെ വേർപാട് ലോകത്തിലെ ഓർത്തഡോക്സ് സഭകൾക്ക് തീരാനഷ്ടമാണ്. മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവം ഏറെ ഞെട്ടലുണ്ടാക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമെന്ന് സർക്കാർ കണ്ടെത്തിയ 30 ഹോട്ട്സ്പോട്ടുകളിലൊന്നായ മാനന്തവാടിയിലാണ് ഒരു ജീവൻ കൂടി പൊലിഞ്ഞത്. കഴിഞ്ഞ 8 വർഷത്തിനിടെ വന്യജീവികൾ അപഹരിച്ചത് 950-ലധികം മനുഷ്യജീവനുകളെയാണ്. 200-ലേറെ പേർ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മലയോര മേഖലകളിലെ ജനങ്ങളുടെ ഉപജീവനമാർഗമായ 4500-ലധികം വളർത്തുമൃഗങ്ങളെ വന്യജീവികൾ കൊന്നു. കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി തലയൂരുന്ന പതിവ് രീതി എത്ര കാലം തുടരും? ഇങ്ങനെ നഷ്ടപരിഹാരം നൽകലാണോ ശാശ്വത പരിഹാരം? മലയോര മേഖലകളിൽ മിക്കയിടത്തും ഫെൻസിംഗ് പ്രവർത്തനരഹിതമാണ്. വന്യജീവികളുടെ സാന്നിധ്യം ഏറെയുള്ള പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തണം. ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കണം. ഇടുക്കി ആനക്കുളത്ത് ആനകളുടെ സാന്നിധ്യം ജനങ്ങൾക്ക് തിരിച്ചറിയുവാൻ വനം വകുപ്പ് സ്ഥാപിച്ച സാങ്കേതിക സംവിധാനം എന്തുകൊണ്ട് സംസ്ഥാനതലത്തിൽ പരീക്ഷിച്ചുകൂടാ? ഇതിനൊപ്പം കാടിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും തിരിച്ചറിയണം. വൈദേശിക സസ്യങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച നിയന്ത്രിക്കണം. ഇത്തരം സസ്യങ്ങളെ ഉന്മൂലനം ചെയ്ത് വനങ്ങളിൽ സ്വാഭാവിക പുൽമേടുകൾ പുനർനിർമ്മിക്കണം. കൊടും വേനലിൽ വറ്റി വരളുന്ന നീരുറവകൾക്ക് പകരം കാട്ടിൽ വെള്ളം ലഭ്യമാക്കണം. ഇത്തരം ക്രിയാത്മക പ്രവർത്തനങ്ങളിലൂടെ ആന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ കാടിറക്കം ഒരു പരിധിവരെ തടയാമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പഠനങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങാതെ നടപ്പിലായാൽ ജനജീവിതം സുരക്ഷിതമാകും. അധികാരികൾ ഇനിയെങ്കിലും മലയോര ജനതയെ പ്രഖ്യാപനങ്ങൾ നൽകി വഞ്ചിക്കരുത്. അവരുടെ ജീവന് വിലയില്ലെങ്കിൽ പിന്നെ പ്രഖ്യാപനങ്ങൾക്ക് എന്ത് വില? മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുകയും കുടുംബാംഗങ്ങൾക്ക് ദൈവം കരുത്തു നൽകുവാൻ പ്രാർത്ഥിക്കുന്നതുമായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സന്ദേശത്തിൽ പറഞ്ഞു. നിലയ്ക്കൽ സെൻറ് തോമസ് എക്യൂമെനിക്കൽ ട്രസ്റ്റ് വടവാതൂർ സെൻറ് തോമസ് അപ്പോസ്തോലിക് സെമിനാരിയിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥി സമ്മേളനം നടത്തപ്പെട്ടു. വിശ്വാസത്തെ കേന്ദ്രീകരിച്ച് 8 സെമിനാരികളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആകർഷകമായ അവതരണങ്ങൾക്കും തുറന്ന ചർച്ചകൾക്കുമായി സമ്മേളനം വ്യത്യസ്തമാക്കി. ജനാധിപത്യം ശക്തിപ്പെടുത്തുവാൻ മാധ്യമങ്ങൾ സത്യസന്ധവും നീതിപൂർവവും നിഷ്പക്ഷവുമായി പ്രവർത്തിക്കണമെന്ന് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. പഴയ സെമിനാരിയിൽ നടന്ന പരിശുദ്ധ മാത്യൂസ് ദിദിയൻ ബാവ അനുസ്മരണ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സെമിനാരി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു. മാധ്യമങ്ങളും മനുഷ്യാവകാശവും എന്ന വിഷയത്തിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KC സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. നിയമബോധനം ജനകീയമാക്കുന്നതിലും മനുഷ്യാവകാശ ധ്വംസനങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിലും മാധ്യമ പങ്ക് നിസ്തുലമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തികളുടെ അന്തസ്സിനെ തകർത്ത് സ്വകാര്യതയിലേക്കുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം നിയമപരമായി നിയന്ത്രിക്കപ്പെടണം. വ്യാജവാർത്തകളും വാർത്താ വക്രീകരണവും മാധ്യമങ്ങളിൽ ക്രമാതീതമായി ശക്തിപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, ബർസാർ ഫാദർ ഡോക്ടർ നൈനാൻ K. ജോർജ്, സെമിനാരി ഗവേണിംഗ് ബോർഡ് മെമ്പർ ഫാദർ ഡോക്ടർ കോശി വൈദ്യൻ, മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിജു വർഗീസ്,
ഫാദർ തോമസ് വർഗീസ് ചാവടിയിൽ എന്നിവർ പ്രസംഗിച്ചു. കായംകുളം കാദീശ കത്തീഡ്രൽ ദേശത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാതാവ് മാർ ബർണബാസ് മെത്രാപ്പൊലീത്ത. സഹസ്രോത്തര ദശാബ്ദിയുടെ നിറവിലായ കായംകുളം കാദീശ കത്തീഡ്രൽ ദേശത്തെ ക്രൈസ്തവ സഭകളുടെ മാതാവെന്ന ബഹുമതിക്ക് അർഹയെന്ന മാർത്തോമാ സഭയുടെ സഭ്രഗൻ മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ ബർണബാസ് തിരുമേനി പറഞ്ഞു. സഹസ്രോത്തര ദശാബ്ദിയുടെ ഭാഗമായി ക്രമീകരിച്ച പൈതൃക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ തിരുമേനി. വിവിധ സഹോദരി സഭകൾക്ക് പുറമെ 16 ഇടവകകൾക്ക് ജന്മം നൽകിയ മാതൃദേവാലയമായ കാദീശ കത്തീഡ്രലിന് ഇനിയും ഇടവകകൾക്ക് ജന്മം കൊടുക്കുവാൻ പ്രാപ്തിയുണ്ടെന്ന് അധ്യക്ഷപദം വഹിച്ച ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി പറഞ്ഞു. ബഹുമാനപ്പെട്ട ജോസഫ് റംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വികാരി ഫാദർ കോശി മാത്യു, സെക്രട്ടറി ബിനു കോശി, സഹസ്രോത്തര ദശാബ്ദി കൺവീനർ അഡ്വക്കേറ്റ് PC റെഞ്ചി, എബ്രഹാം ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എറിത്രിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് പുതിയ തലവൻ. എറിത്രിയൻ ഓർത്തഡോക്സ് സഭയുടെ 6ാമത് പാത്രിയർക്കീസായി തിരഞ്ഞെടുക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് ആബൂന ബെസേലിയോസിൻ്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ നിറസാന്നിധ്യമായി മലങ്കര സഭ. പരിശുദ്ധ ആബൂന ബെസേലിയോസ് പാത്രിയർക്കീസ് ഇനി എറിത്രിയൻ ഓർത്തഡോക്സ് സഭയെ നയിക്കും. ഇന്റർ ചർച്ച് റിലേഷൻസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ഡൽഹി ഭദ്രാസനാധിപനുമായ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് മെത്രാപ്പൊലീത്ത, സെക്രട്ടറി ഫാദർ അശ്വിൻ ഫെർണാണ്ടസ് എന്നിവർ ചടങ്ങിൽ മലങ്കര സഭയുടെ പ്രതിനിധികളായി പങ്കെടുത്തു. എറിത്രിയൻ ഓർത്തഡോക്സ് സഭയുടെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ആബൂന ബെസേലിയോസ് പാത്രിയർക്കീസിന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ ആശംസാ സന്ദേശം സഭയുടെ ഇന്റർ ചർച്ച് റിലേഷൻസ് പ്രസിഡന്റ് ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് മെത്രാപ്പൊലീത്ത കൈമാറി. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ പത്മശ്രീ ഡോക്ടർ KM ചെറിയാൻ്റെ വേർപാടിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അനുശോചനം അറിയിച്ചു. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ പത്മശ്രീ ഡോക്ടർ KM ചെറിയാൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. രാജ്യത്തെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറെന്ന ഖ്യാതി ഈ കായംകുളത്തുകാരന് സ്വന്തം. ഹൃദയ ശസ്ത്രക്രിയാ രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഡോക്ടർ ചെറിയാൻ്റെ കരസ്പർശത്തിലൂടെ ആരോഗ്യ സൗഖ്യം നേടിയവർ നിരവധിയാണ്. പരുമല ആശുപത്രിയിൽ ചെറിയാൻ നൽകിയ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. ഡോക്ടർ ചെറിയാൻ്റെ വേർപാടിലൂടെ ഹൃദയങ്ങളുടെ കാവൽക്കാരനെയാണ് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ തൻ്റെ വലതുകരം നീട്ടി ആശ്വസിപ്പിക്കട്ടെ എന്നും പരിശുദ്ധ ബാവ പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര ഭദ്രാസനം വയോജന സംരക്ഷണം ലക്ഷ്യമാക്കി തഴക്കര തെയോഭവൻ അരമനയ്ക്ക് സമീപം ഒരുക്കിയ മാർ പക്കോമ്യൂസ് കാരുണ്യഭവൻ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ സഭകൾക്കിടയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കുക, വിവിധ സാമൂഹിക വിഷയങ്ങളിൽ ഒരുമയോടെ പ്രതികരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിച്ചു വരുന്ന ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ യോഗം പാലാരിവട്ടം POCയിൽ നടത്തപ്പെട്ടു. യോഗം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്രൈസ്തവ സഭകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയെ പ്രതിനിധീകരിച്ച് പരിശുദ്ധ സഭയുടെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനും അങ്കമാലി ഭദ്രാസനയിടയനുമായ അഭിവന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത പങ്കെടുത്തു. പുതുശ്ശേരി MGD ഹൈസ്കൂളിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ കൂദാശയും 106ാമത് വാർഷികവും. മല്ലപ്പള്ളി കല്ലൂപ്പാറ ദേശത്ത് ഒരു നൂറ്റാണ്ടായി വിദ്യാവെളിച്ചം പകരുന്ന പുതുശ്ശേരി MGD ഹൈസ്കൂളിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ കൂദാശ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾ മാനേജർ അഭിവന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർവഹിച്ചു. തദവസരത്തിൽ തിരുവല്ലയുടെ MLA മാത്യു T. തോമസ് സീനിക് പോയിന്റിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. തുടർന്ന് നടന്ന വാർഷികാഘോഷം രാജ്യസഭ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ പ്രൊഫസർ PJ കുര്യൻ നിർവഹിച്ചു. ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമനസുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് സൗമ്യ മോഹൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ജോസഫ് M. പുതുശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ദീർഘകാലം സ്കൂളിൽ മലയാളം അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ഉഷ മേരി തോമസിന് യാത്രയയപ്പും ഇതോടൊപ്പം നടന്നു. കണക്കെടുപ്പ് അപ്രസക്തമെന്ന സുപ്രീം കോടതി നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. മലങ്കര സഭാ കേസിൽ കണക്കെടുപ്പിന് പ്രസക്തിയില്ലെന്ന സുപ്രീം കോടതി നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു. ഇരുവിഭാഗങ്ങളുടെയും അംഗസംഖ്യ എടുക്കുവാൻ
കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ കണക്ക് പൂർണ്ണമാകില്ലെന്നും സത്യസന്ധമായ വിവരങ്ങൾ പുറത്തുവരില്ലെന്നുമായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. സർക്കാർ എടുത്ത കണക്ക് കേസിൽ പ്രസക്തമല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതിനാൽ കണക്കുകൾ തിരികെ നൽകിയത് സ്വാഗതാർഹമാണെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് പ്രതികരിച്ചു. എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികളുടെ കേസ് ഹൈക്കോടതി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. പ്രായോഗികമായി എങ്ങനെ വിധി നടപ്പാക്കാമെന്നത് ഹൈക്കോടതി പരിശോധിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിലവിൽ വിധി നടത്തിപ്പ് പൂർത്തിയായ പള്ളികളിൽ സമാധാനം കൈവന്നിട്ടുണ്ടെന്ന് മലങ്കര സഭ സുപ്രീം കോടതിയെ അറിയിച്ചു. ഈ പള്ളികളിലൊന്നും നിലവിൽ പ്രശ്നങ്ങളില്ലെന്നും കോടതിയെ ബോധിപ്പിച്ചു. മലങ്കര സഭയുടെ പള്ളികൾ 1934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്ന മുൻ ഉത്തരവുകൾ സീനിയർ അഭിഭാഷകൻ KK വേണുഗോപാൽ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ശ്രീ അർജുൻ ഫിലിപ്പ് ജോർജിനും രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഫോർ മെറിറ്റോറിയസ് സർവീസ് അവാർഡ് നേടിയതിൽ കർണാടക ഗവർണർ ബാംഗ്ലൂരിൽ വെച്ച് ആദരിച്ച ശ്രീ ബാബു പറമ്പിലിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.